റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ രണ്ടുപേരെ ഇനിയും മോചിപ്പിക്കാനായില്ല. തൃശൂർ കൂറാഞ്ചേരി സ്വദേശികളായ ജെയിൻ, ബിനീഷ് എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. കൂലിപ്പട്ടാളത്തിൽ ചേർന്ന ഒരു തൃശൂർ സ്വദേശി നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. ഒപ്പമുണ്ടായിരുന്ന എല്ലാവരെയും മടക്കി കൊണ്ടുവരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചുവെങ്കിലും ജെയിനിന്റെയും ബിനീഷിന്റെയും കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. എൻ്റെ പേര് ജെയിൻ എന്നാണ്. വീട് മിണാലൂർ കൂറാഞ്ചേരിയിലാണ്. എൻ്റെ പേര് ബിനിൽ എന്നാണ്. വീട് കുട്ടല്ലൂരാണ്. ഞങ്ങളിവിടെ റഷ്യയിൽ ആർമിയിൽ ആണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സന്ദീപിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2-3 ആഴ്ച മുമ്പാണ് സന്ദീപ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എംബസിയിൽ വിളിച്ച് ഞങ്ങളുടെ തിരിച്ചു പോരാനുള്ള പേപ്പറുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും ബാക്ക് പൊസിഷനിലേക്ക് ഇപ്പം മാറ്റിയെന്ന് അറിഞ്ഞായിരുന്നു എംബസി ഇടപെട്ടിട്ട്. ഞങ്ങളിപ്പോഴും ഫ്രണ്ട് ലൈനിൽ തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടൊന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നവർ ബാക്കിലോട്ട് പോയി, പക്ഷെ ഞങ്ങൾ മാത്രം ബാക്കിലോട്ട് പോയിട്ടില്ല. എന്താണെന്ന് അറിയില്ല. അതിൻ്റെ കാരണം എന്തിനാണ് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഇത് എത്ര പേരാണ് ഈ കൂലിപ്പട്ടാളത്തിന്റെ ഈ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും ജോലിക്ക് ആയി കൊണ്ടുപോയതാകാം, ഇവരുടെ പെട്ടുപോയതാകാം, അങ്ങനെ എത്ര പേരുണ്ട്? ഇവരുടെ മോചനം എന്തുകൊണ്ടാണ് അസാധ്യമാകുന്നത്? ഇന്ത്യൻ എംബസിയൊക്കെ ഇടപെട്ടൊരു വിഷയം കൂടിയാണല്ലോ ഇത്. രഞ്ജിത്ത്, ഏപ്രിൽ മാസത്തിലായിരുന്നു ജെയിനും ബിനീഷും തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും റഷ്യയിലേക്ക് പോയത്. അവിടെ ഇലക്ട്രിക് ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇരുവരും പോയത്. പിന്നീട് ഏകദേശം 1 മാസത്തോളം ഇവർക്ക് വീടുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ വീട്ടുകാരും പരിഭ്രമിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഇവരുടെ ഫോൺ വിളി വന്നത്. അവർക്ക് ഇലക്ട്രിക് ജോലിയല്ല, പകരം ഈ പട്ടാളക്കാർക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നതിനും മറ്റ് ഈ പട്ടാളക്കാരെ സഹായിക്കുന്ന ജോലികളായിരുന്നു ഇവർക്ക് 2 പേർക്കും ഉണ്ടായതെന്നാണ് പിന്നീട് വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടി ഇരുവരും വീട്ടുകാരുമായി സംസാരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല, ഞങ്ങളെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോവുകയാണ്, യുദ്ധത്തിനായി ഞങ്ങൾ മുന്നിൽ നിൽക്കണമെന്നാണ് പറയുന്നത്. അതായത് ഒരു കൂലിപ്പട്ടാളക്കാരായി ഇവരെ 2 പേരെയും മാറ്റി, അവർക്ക് അങ്ങനെ നിർബന്ധിതമായി അവർ കൂലിപ്പട്ടാളക്കാരായി മാറി എന്നാണ് കുടുംബം പറയുന്നത്. വലിയ ആശങ്കയിലാണ് ഇരുവരുടെയും കുടുംബം. ഈ ഇന്ത്യൻ എംബസിയുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നു. ഇന്ത്യൻ എംബസി ഇവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇവർക്ക് വീടുമായി ബന്ധപ്പെടാൻ കഴിയാത്തതിൽ ചില ആശങ്കയുണ്ട്. മറ്റൊരു യുവാവ്, തൃശൂർ സ്വദേശിയായ സന്ദീപ്, ഇവർക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നയാണ്. അയാൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് യുദ്ധമുഖത്ത് വെച്ച് മരിക്കുകയും ചെയ്തു എന്നുള്ളൊരു സന്ദേശം കൂടി ഇവർ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഇവർ വീട്ടുകാരുടെ വിഷമം അത് ഇരട്ടിയായി, ആശങ്ക ഇരട്ടിയായി. എത്രയും വേഗം തന്റെ മക്കളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യൻ എംബസി സഹായിക്കണമെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇവർ അവിടെ താമസിക്കുന്ന ഇടങ്ങളുടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരികയും ചെയ്തു. അതും ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ബിനീഷിന്റെ മാതാവിനോടാണ് ബിനീഷ് ഇക്കാര്യം പറഞ്ഞത്. പിന്നീട് ജെയിന്റെ മാതാപിതാക്കളോട് ഇക്കാര്യം അറിയിച്ചതും ഉണ്ടായിരുന്നില്ല. ബിനീഷ് ഇക്കാര്യം മാതാവിനോട് പറഞ്ഞതിന് പിന്നാലെയാണ് ബിനീഷിന്റെ മാതാവ് ജെയിന്റെ കുടുംബവുമായി ബന്ധപ്പെടുകയും പിന്നീട് ഇന്ത്യൻ എംബസിയുമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തത്. എന്നാലും ഇരുവരെയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇന്ത്യൻ എംബസി പറയുന്നത്. പക്ഷെ ഇതിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് ഇവർ 2 പേരും അവർ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്, അല്ലെങ്കിൽ ഇവർക്ക് കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമാണ് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നത്. എങ്കിൽ പോലും യുവാക്കളെ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കാം എന്നൊരു പ്രതീക്ഷ തന്നെയാണ്. നമുക്കറിയാം, റഷ്യയും യുക്രൈനും തമ്മിലുള്ളൊരു യുദ്ധം അത് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ യുവാക്കളെ ഈ കൂലിപ്പട്ടാളക്കാരായി അവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.